ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ തസ്ലീമ സുൽത്താനയെ ഒന്നാം പ്രതിയാക്കി ഇന്ന് കുറ്റപത്രം സമർപ്പിക്കും. നടൻ ഷൈൻ ടോം ചാക്കോയ്ക്ക് കേസുമായി ഒരു ബന്ധവുമില്ല. നടൻ ശ്രീനാഥ് ഭാസിയാണ് പ്രധാന സാക്ഷി. മനീഷ് മഹിപാൽ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. മനീഷ്, ഈ ശ്രീനാഥ് ഭാസി അതുപോലെ ഷൈൻ ടോം ചാക്കോ എന്നിവരുടെ പേരുകൾ കൂടി വന്ന സാഹചര്യത്തിൽ വളരെ വിവാദമായ ഒന്നായിരുന്നു ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസ്. ഈ കേസിൽ തസ്ലീമ സുൽത്താനെ ഒന്നാം പ്രതിയാക്കിയാണ് കുറ്റപത്രം സമർപ്പിക്കാൻ പോകുന്നതെന്ന് അറിയുന്നു. ഇതിൽ ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി എന്നിവർക്ക് യാതൊരു പങ്കുമില്ല എന്നാണോ കുറ്റപത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുക? മനീഷ് മഹിപാൽ, വിവരങ്ങൾ എന്തൊക്കെ? GK ഇന്ന് ആലപ്പുഴ കോടതിയിൽ എക്സൈസ് ഇത് സംബന്ധിച്ചുള്ള കുറ്റപത്രം സമർപ്പിക്കും. ഷൈൻ ടോം ചാക്കോയ്ക്കും ശ്രീനാഥ് ഭാസിക്കും ഈ പ്രതി തസ്ലീമ സുൽത്താനയുമായി ഫോണിൽ കൂടെ ബന്ധപ്പെട്ടിട്ടുണ്ട്, പല കുറി ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ കഴിഞ്ഞ മാസം 2-ാം തീയതി തസ്ലീമ സുൽത്താനയെ എക്സൈസ് കസ്റ്റഡി എടുക്കുന്നതിന് തൊട്ട് മുൻപ് പോലും ശ്രീനാഥ് ഭാസിയുമായി ബന്ധപ്പെട്ടതിന്റെ തെളിവിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ശ്രീനാഥ് ഭാസിയെയും ഷൈൻ ടോം ചാക്കോയെയും ആലപ്പുഴ എക്സൈസ് ആസ്ഥാനത്ത് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത്. പക്ഷേ ശ്രീനാഥ് ഭാസിയോട് ഒന്നാം പ്രതി തസ്ലീമ കഞ്ചാവ് വേണമോ, താൻ ഇത്തരത്തിലുള്ള കഞ്ചാവ് കൊണ്ടുവന്നിട്ടുണ്ട്, ഇത്ര രൂപയുടെ കഞ്ചാവ് ഉണ്ട് എന്നതടക്കമുള്ള ഏറ്റവും വലിയ വിശദാംശങ്ങൾ ശ്രീനാഥ് ഭാസിയോട് പങ്കുവച്ചിട്ടുണ്ട്. ഇത്തോളം അളവ് തന്റെ കയ്യിലുണ്ടെന്നും ഇത്ര രൂപ കൊടുത്താൽ തന്നാൽ മതിയെന്നും അടക്കമുള്ള വിവരങ്ങൾ, ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ശ്രീനാഥ് ഭാസിയെ പ്രധാനപ്പെട്ട സാക്ഷിയാക്കുകയും ഒപ്പം തന്നെ ശ്രീനാഥ് ഭാസി അടക്കം 5 പേർ ഇത് കോടതിയിൽ ഇതിന്റെ മൊഴി, ഈ സാക്ഷി മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ കേസിലെ നേരത്തെ സംശയിക്കപ്പെട്ട, അതായത് ഷൈൻ ടോം ചാക്കോയ്ക്ക് കേസുമായി ബന്ധമുണ്ടെന്ന് ആദ്യം എക്സൈസ് സംശയിച്ചിരുന്നു. പക്ഷേ ഷൈൻ ടോം ചാക്കോയ്ക്ക് ലഹരി ഇടപാട്, നാർക്കോട്ടിക് ഇടപാടുകളില്ല. പക്ഷേ മറ്റിടപാടുകൾ തസ്ലീമ സുൽത്താനയുമായി നടത്തിയിട്ടുണ്ട്. അത്തരം വിവരങ്ങൾ പോലീസിന് എക്സൈസ് കൈമാറിയിട്ടുണ്ട്. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗിക്കുന്നതുമായിട്ടുള്ള കുറ്റസമ്മതം നടത്തിയതിനെ തുടർന്ന് തൊടുപുഴയിലെ ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ 2 ആഴ്ച ഷൈൻ ടോം ചാക്കോയെ പാർപ്പിച്ചിരുന്നു. ഇപ്പോൾ അവിടെ നിന്നും ഷൈൻ ടോം ചാക്കോയെ മാറ്റി ഇപ്പോൾ കൗൺസിലിംഗ് തുടരുകയാണ്. ഇനി ഈ കേസിൽ ഒന്നാം പ്രതിയായിട്ടുള്ള തസ്ലീമ സുൽത്താനയുടെ പ്രായപൂർത്തിയാകാത്ത 2 മക്കളെ കൂടി സാക്ഷികളാക്കിയിട്ടുണ്ട്. കേസിൽ ആകെ 50 സാക്ഷികളുണ്ട്. കേസിൽ 2-ാം പ്രതി ആലപ്പുഴ മണ്ണഞ്ചേരി സ്വദേശി 26-കാരൻ ഫിറോസ് ആണ്. 3-ാം പ്രതി സുൽത്താനാണ് ഇതിന്റെ മുഖ്യ സൂത്രധാരൻ എന്നാണ് എക്സൈസ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നേരത്തെ ഇഡിയും ഒപ്പം തന്നെ കസ്റ്റംസും ക്രൈംബ്രാഞ്ചും തേടിയിരുന്നു. കാരണം ഇവർ വിദേശത്ത് നിന്നാണ് ഈ രീതിയിൽ വലിയ അളവിൽ ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചത്. അതുകൊണ്ട് തന്നെ സ്വർണ്ണമടക്കമുള്ള കാര്യങ്ങളും എത്തിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഇഡിയും കസ്റ്റംസും പോലുള്ള ഏജൻസികൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലാണ് തസ്ലീമ സുൽത്താനെ ഒന്നാം പ്രതിയാക്കി ഇന്ന് കുറ്റപത്രം സമർപ്പിക്കാൻ പോകുന്നത്. നടൻ ഷൈൻ ടോം ചാക്കോയ്ക്ക് കേസുമായി ഒരു ബന്ധവുമില്ല. നടൻ ശ്രീനാഥ് ഭാസി പ്രധാന സാക്ഷിയാണ്. മനീഷ് മഹിപാൽ അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.